കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താന്ന് പറയുക, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ. നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ, മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം, മലയാളിയെ നമ്മൾ വേറെ ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും, ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവൻ്റെ, മുണ്ടെടുക്കുന്നവൻ്റെ സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. ഇജോട് തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി, ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും തല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ഇജോട് തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട്, ഓഡിയൻസിലുണ്ട്. ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ, വേൾഡ് വൈഡ്. ഞങ്ങൾ ഇതിന് മുന്നത്തെ സിനിമ ജനഗണമന 4 ഭാഷയിൽ ഇറക്കി, 4 ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ്. അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടുള്ളൂ. ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റ് ഭാഷക്കാരും ഈ സിനിമ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇറക്കുന്ന സിനിമയാണ്. ഇപ്പൊ ജനഗണമന എന്തുകൊണ്ട് ആ ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ പറയാനാണ്. മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കിയടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണുന്നു എന്നുള്ള വിദ്യാധാരണയൊന്നുമില്ല. നമ്മളൊക്കെ മലയാളികളല്ല, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കിയടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സംവിധായകന്റെ വാക്കാണ്. ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലകുനിച്ച് കൊണ്ടുവരും.